ഹായ് എല്ലാവർക്കും ഹലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ വെച്ചിട്ടുള്ളതാ. ചിക്കൻ വറ്റൽ വറവ്. ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഡ്രൈ ചില്ലി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം ഫസ്റ്റ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 kg ചിക്കൻ വിത്ത് ബോണോട് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. 1/2 ടീസ്പൂണ് ഉപ്പ്, 1.5 ടീസ്പൂൺ മൈദ, 1.5 ടീസ്പൂൺ കോൺഫ്ലോർ, 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂണ് ഡ്രൈ ചില്ലി പേസ്റ്റ് ആക്കിയത്, ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ചിക്കൻ കൂടെ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് മിനിമം ഒരു 10 മിനിറ്റ്സ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. 1/2 hour 1 hour വെച്ചാൽ കുഴപ്പമില്ല. മിനിമം 10 മിനിറ്റ്സ് വെക്കണം. ഇതെല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഒരു എഗ്ഗും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഒത്തിരി നേരം നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കണ്ടേ. എഗ്ഗ് എടുക്കുന്നതിന് ഒരു 5 മിനിറ്റ്സ് മുമ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആയിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കതിനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സോസ് പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഓയിൽ ഒഴിക്കുക. ഇപ്പം ഈ ഓയിൽ നന്നായിട്ട് ഹീറ്റായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് ഫുൾ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇതിനെ ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ ചിക്കൻ നമുക്ക് വെന്ത് കിട്ടില്ല. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കിട്ടുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കട്ട് ചെയ്ത് എടുത്തു വെക്കാം. സെക്കൻഡ് ട്രിപ്പും അതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത സെയിം ഓയിൽ ഒരു 2 ടേബിൾ സ്പൂണ് ഈ സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതിനകത്തേക്ക് വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇതെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഒരു 2 ടീസ്പൂണ് ഗാർലിക് നന്നായി ചോപ്പ് ചെയ്ത് വെച്ച് ഇതിനകത്തേക്ക് ഇടുക. അതിൻ്റെ ഒപ്പം തന്നെ ചില്ലി ഫ്ലേക്സ്, ഡ്രൈ ചില്ലി നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തതായത് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് എരിവുള്ള ഡ്രൈ ചില്ലിയാണ് ഞാൻ ക്രഷ് ചെയ്തെടുത്തേക്കുന്നത്. പക്ഷെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. അതിനത്ര എരിവുണ്ടാവില്ല. അപ്പോൾ ഇത് കുറച്ച് ഇട്ടാൽ നന്നായിട്ട് ഇട്ടാൽ കുഴപ്പമില്ല. അതിനകത്തേക്ക് ഒരു ഉള്ളി ഫുള്ളായിട്ട് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചത്, പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു ചെറിയ ക്യാപ്സിക്കം ഫുള്ളായിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്തത്. ഇതിട്ട് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു 2 മിനിറ്റ്സ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ, ഫ്രൈ ആണെന്ന് വെച്ചാൽ ഫുള്ള് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ഒരുവിധം നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ഈ ചില്ലി പേസ്റ്റ് നമ്മൾ ഒരു 2 ടീസ്പൂണ് ഇട്ട് കൊടുക്കണം. ഇത് എരിവില്ലാത്ത ഉണക്കമുളക് പൊടിച്ചായതുകൊണ്ട് കുറച്ചധികം ഇട്ടാലും അധികം എരിവുണ്ടാവില്ല. ഇതിട്ടില്ലെങ്കിൽ നമുക്ക് കളർ കിട്ടത്തില്ല നമ്മുടെ ചിക്കന്. ഇതിൻ്റെ പച്ചമണം ഫുള്ളായിട്ട് പോകണം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്.
ഇത് ഇങ്ങനെ റെഡി ആയിരിക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ സോയ സോസ് ഇടണം. കറക്റ്റ് 1 ടീസ്പൂൺ വേണം. സോയ സോസ് ഇട്ട് കഴിഞ്ഞാൽ 1.5 ടീസ്പൂൺ വിനീഗർ, വൈറ്റ് വിനീഗർ. ഇതെല്ലാം കൂടെ ഇപ്പം നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോയി റെഡി ആയിരിക്കും. ഈ സമയത്ത് ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉപ്പ് വേണമെങ്കിൽ നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഉപ്പ് നോക്കാതെ നമ്മൾ ഇടരുത്, സോയ സോസിനകത്ത് ഉപ്പുള്ളത് കൊണ്ട്. ഇപ്പം ഇതിൻ്റെ കളർ കാണുമ്പോൾ വിചാരിക്കും ഒരുപാട് എരിവുണ്ടെന്ന്. ഇതിന് എരിവൊന്നും ഒരുപാട് ഉണ്ടാവില്ല. കാരണം ഉപയോഗിച്ചിരിക്കുന്നത് കശ്മീരി ചില്ലീൻ്റെ പേസ്റ്റാണ്. പിന്നെ നമ്മൾ എരിവായിട്ട് വരാൻ ഞാൻ ചില്ലി ഫ്ലേക്സ് മാത്രം, അതിനകത്താണ് കുറച്ച് എരിവുണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളൂ. അപ്പം ഇതിപ്പം ഫുള്ള് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്പ്രിംഗ് ഓണിയൻ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചിക്കൻ വറ്റൽ വറവ് റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നവരെ ബൈ.